ഹായ് ഹലോ, എൻ്റെ ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. രാവിലെ തന്നെ സ്പ്രൗട്ടും അവക്കാഡോയും മുട്ടയൊക്കെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും പാലും കൂടെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു ഗൈസ്. അത് കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് വിഷമം കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലബ്ബിൽ നിന്ന് കുറച്ച് മാംഗോസും വെജീസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മാംഗോസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ അൽഫോൺസ മാംഗോ 6 എനിക്ക് 100 സംതിങ് ആണോ 200 സംതിങ് ആണോ എന്നറിയില്ല, 100 സംതിങ് തന്നെയാണോ എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പൈസയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2 തരത്തിലുള്ള വെറൈറ്റിയുള്ള മാംഗോയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇതിൽ ഫില്ലായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ലെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ തന്നെ ഞാനൊരു മാംഗോ കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്തു. ഞാൻ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ഹെവി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഉച്ചക്കേക്ക് ചോറിനുള്ള പരിപാടിയാണ്. ഇവിടെ കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം. അത് മുന്നേ ഞാനൊരു ഇൻസ്റ്റാ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കാരണം എൻ്റെ അടുത്തുള്ള റൈസും ഇതിന് സ്യൂട്ടായ റൈസാണ്, പൊന്നി റൈസാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വായിന്ന് വെള്ളം വരുന്നത് എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ. ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ ക്ലൈമറ്റൊക്കെ മാറി കേട്ടോ. ഒരുമാതിരി മൂടിക്കെട്ടി മഴയൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് സൈൻ ലബാൻ കഴിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതിൻ്റെത് ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത്. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് സംസാരത്തിനിടയിൽ സൈൻ ലബാൻ കയറി. ആ ടോപ്പിക്കായിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തൊട്ട് കുടുങ്ങിയ ക്രേവിങ്സാണ്, അത് കഴിക്കണം എന്നുള്ള. സാറ്റർഡേ സൺഡേ ലീവാണല്ലോ, നമുക്ക് പോയി കഴിക്കാമെന്ന് ഞാനിങ്ങനെ എൻ്റെ മൈൻഡിനെ സെറ്റാക്കി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് പോയിട്ട് കഴിച്ചൂടാ. പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്ന് ആലോചിച്ചു, പോണോ, മഴയൊക്കെ അല്ലേ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഒറ്റയ്ക്ക് ലീവുള്ള ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് ഗൈസ്. നിങ്ങളങ്ങനെ അക്കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണോ? എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. പിന്നെ പുറത്തിറങ്ങി ചളിയായി വയ്യ എന്നുള്ളൊരു മട്ടായി. പക്ഷേ പിന്നും ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്കത് കഴിച്ചേ പറ്റുള്ളൂ എന്ന്. മീൻസ് അറ്റ് ദ ലാസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ക്രേവിങ്സോ എന്തെങ്കിലും ഒരു ആഗ്രഹമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കത് അപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 5 ദിവസം കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടും കൂടിയല്ലേ. എല്ലാം നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആണെങ്കിലും അതിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എവിടെ എത്തി, സൈൻ ലബാൻ്റെ ഔട്ട്ലെറ്റിലെത്തി. അവിടുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, കേക്ക് എന്തോ സംതിങ്, എനിക്ക് ഓർമ്മയില്ല. പിസ്താഷ്യോടേതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും എൻ്റെ ഗൈസ് അതിൽ പിസ്താഷ്യും കുനാഫയും ആ ബെൽജിയം ചോക്ലേറ്റും മാരക ടേസ്റ്റാണ്. നിങ്ങൾക്ക് അടുത്ത് എവിടെയെങ്കിലും സൈൻ ലബാൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വാവ് ജസ്റ്റ് വാവ്, അത്രേ പറയാനുള്ളൂ. അത്രയ്ക്ക് മാരക ടേസ്റ്റ് ആയിരുന്നു. ബൈ.